ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി KC സലിയെ വിജയിപ്പിക്കണമെന്നഭ്യർത്ഥിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രചരണം നടത്തി. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി KC സലിയെ വിജയിപ്പിക്കണമെന്നഭ്യർത്ഥിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രചരണം നടത്തി. കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. 8ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി C സലിയെ ഈ വാർഡിൽ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ വാർഡിലെ റോഡുകളടക്കമുള്ള കാര്യങ്ങളിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവും MPയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും എന്നാണ് ഈ വാർഡിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുക. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബിൻസി സോളമൻ, സീന സജീവ്, ജില്ലാ സെക്രട്ടറിമാരായ രജിത ഉണ്ണികൃഷ്ണൻ, ബിന്ദു ഗോപി, ബ്ലോക്ക് ഭാരവാഹികളായ ലതാ മോഹനൻ, രജനി ബിബി, സക്കീന ടീച്ചർ, മണ്ഡലം പ്രസിഡന്റുമാരായ രമാദേവി ഉണ്ണികൃഷ്ണൻ, സ്മിത, മണ്ഡലം ഭാരവാഹികളായ ഷിജി ഹരിലാൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷംസുദ്ദീൻ, MS സുരേഷ് ബാബു, MK രാജേഷ്, ബ്ലോക്ക് ഭാരവാഹികളായ ഹബീബ്, നീലാംബരൻ TC, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നബിൽ മുഹമ്മദ്, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ G രാജൻ, സാബു സുവാസ്, യൂസഫ്, ലീഗ് നേതാവ് സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഈ പ്രാവശ്യം പറഞ്ഞാൽ MLAയോ MPയെയും കുറ്റപ്പെടുത്തിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ MPക്കോ MLAക്കോ അതാത് വാർഡിലെ എല്ലാ മുക്കും മൂലമൊന്നും അറിയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് വഴി വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ വാർഡ് മെമ്പറാണ് അത് വാർഡിലെ ഉള്ള പോരായ്മകളൊക്കെ MLA ആയിട്ടും MP ആയിട്ടും ചെന്ന് പറഞ്ഞ് ആ ഫണ്ട് അവിടെ ഉപയോഗിച്ച് അവിടുത്തെ വികസന പ്രവർത്തനം നടത്തേണ്ടത്. ഇതിന് പകരം അവർ MPനെയും MLAയൊക്കെ കുറ്റം പറയാൻ മാത്രമാണ് ഇവിടുത്തെ CPMും CPIയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാറ്റം ഈ പ്രാവശ്യം വേണമെന്ന് ഒരുപാട് വോട്ടർമാരെല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി K സലി വിജയിച്ചിട്ടുണ്ടെങ്കിൽ